പ്രീതികർത്ത സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇന്ത്യയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. ഇന്ത്യ ചരിത്രത്തിൽ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നമ്മൾ ബ്രിട്ടീഷ് ഭരണ സംവിധാനം, അതായത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽമാരും വൈസ്രോയിമാരും പഠിച്ചുറപ്പിച്ചു. ഓരോ കാലഘട്ടത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ബ്രിട്ടീഷ് ഭരണരംഗമാണ് പഠിച്ചുറപ്പിച്ചത്. ഇന്നേ ദിവസം ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ചാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 വിപ്ലവത്തിലേക്ക് നയിച്ച കാരണങ്ങളാണ്. തുടർന്ന് അടുത്ത ക്ലാസ്സിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ശിപായി ലഹള എന്ന് വിളിക്കപ്പെടുന്ന വിപ്ലവം നമ്മൾ പഠിച്ചുറപ്പിക്കും. എന്താണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രത്യേകത? അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിൽ സ്വാതന്ത്ര്യ സമരം ഏർപ്പെടുത്തിയ പ്രധാന കാഴ്ചപ്പാടെന്തായിരുന്നു? ദേശീയത. 1857 കാലഘട്ടം വരെ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന സ്വതന്ത്ര സ്ഥാപനമാണ് ഭരണം നടത്തിയിരുന്നത്, അല്ലെ? അവരെ സംബന്ധിച്ചിട്ട് പ്രാധാന്യം എന്തിനായിരുന്നു? നികുതി പിരിവിനായിരുന്നു. എങ്ങനെയൊക്കെ നികുതി പിരിക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം അവർ പരിശ്രമിച്ചു. അതിനുവേണ്ടി ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ തമ്മിലടുപ്പിച്ചു. 1857 വിപ്ലവത്തോടു കൂടിയാണ് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾക്ക് അതീതമായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന പരമാധികാര രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാം പ്രവർത്തിക്കണം എന്നൊരു ആശയം ജനങ്ങളുടെ മനസ്സിൽ ഉണർന്നു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ദേശീയതയുടെ തുടക്കം കുറിക്കാൻ കാരണമായത് 1857 വിപ്ലവം എന്ന് നമ്മൾ പറയും. പക്ഷേ 1857 വിപ്ലവം മുതലാണോ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധം ആരംഭിച്ചത്? അതിനു മുമ്പ് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടായോ? തീർച്ചയായിട്ടും. 1857 വിപ്ലവം ആദ്യം ആരംഭിച്ചത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ സൈനികർ, ശിപായികൾ എന്ന് വിളിക്കുന്ന ഇന്ത്യൻ സൈനികര് ബ്രിട്ടീഷ് സൈനിക താവളത്തിൽ മീററ്റിൽ തുടക്കം കുറിക്കപ്പെട്ടതായിരുന്നു. അതിന് സമാനമായി അതിനു മുൻപ് തന്നെ ഏകദേശം 50 വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു കലാപം നടന്നിരുന്നു. അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ആദ്യം പഠിച്ചു തുടങ്ങുന്നത്. നമുക്ക് ആരംഭിക്കാം. വെല്ലൂർ കലാപം. മദ്രാസ് പ്രവിശ്യയുടെ കീഴിലുള്ള ഒരു സൈനിക താവളമായിരുന്നു ഈ വെല്ലൂർ എന്ന് പറയുന്നത് കേട്ടോ. ഈ വെല്ലൂർ എന്ന് പറയുന്ന സൈനിക താവളത്തിൽ സ്വാഭാവികമായിട്ടും മദ്രാസ് പ്രവിശ്യയിലുള്ള ആൾക്കാരായതുകൊണ്ട്, ഇന്ത്യൻ സൈനികരായതുകൊണ്ട്, അതായത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഇന്ത്യൻ സൈനികർ അഥവാ ശിപായികളായതുകൊണ്ട് തന്നെ തെക്കേ ഇന്ത്യയിലെ സാംസ്കാരിക പാരമ്പര്യമനുസരിച്ചുള്ള വസ്ത്രധാരണമാണ് അവർ ചെയ്തിരുന്നത്. നിങ്ങൾക്കറിയാം, പുരാണ സീരിയലുകളോ പുരാണ സിനിമകളോ ഒക്കെ കാണുമ്പോൾ അതിലെ സൈനികര് ധരിക്കുന്ന വേഷവിധാനം, അല്ലെ? മുണ്ട് മടക്കി കുത്തുന്ന ഒരു സമ്പ്രദായം. അത്തരം സൈനിക വേഷമാണ് തെക്കേ ഇന്ത്യയിലെ വെല്ലൂർ സൈനിക താവളത്തിലെ ഇന്ത്യക്കാരായ ബ്രിട്ടീഷ് സൈനികർ ധരിച്ചിരുന്നത്. 1805 ജോൺ ക്രാഡോക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഇതിൽ അസ്വസ്ഥനായി. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? ഇന്ത്യക്കാരായ സൈനികരുടെ വേഷ സംവിധാനത്തിന് മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. യൂറോപ്യൻ മാതൃകയില് അല്ലെങ്കിൽ പാശ്ചാത്യ മാതൃകയിലുള്ള പൈജാമ, അതായത് പാന്റ് ധരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും പാന്റ് ധരിക്കണം എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി വിപ്ലവം നടക്കുമോ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, അല്ലെ? വിദ്യാർത്ഥികളെ, വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ സമൂഹത്തില് ആധുനിക വസ്ത്രം ധരിച്ച് ഒത്തിരി പ്രായമേറിയ അപ്പൂപ്പന്റെയോ അല്ലെങ്കിൽ അമ്മൂമ്മയുടെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെന്ത് പറയും? ഇത് എന്ത് വേഷമാണ് എന്ന് ചോദിക്കും. ശരിയല്ലേ? എല്ലാവരുമല്ല, ചിലരെങ്കിലും. കാരണം അവരെ സംബന്ധിച്ചിട്ട് അവരുടെ കാലഘട്ടത്ത് ഇത്തരം വസ്ത്രങ്ങൾ അവർ ധരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുരോഗമനപരമായ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെയാണ് വെല്ലൂരിലെ സൈനിക താവളത്തിലെ ഇന്ത്യക്കാരായ സൈനികർക്ക് അഥവാ ശിപായിമാർക്കും സംഭവിച്ചത്. ആ പ്രതിഷേധമാണ് വെല്ലൂർ സൈനിക താവളത്തിലെ കലാപമായി പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ വെല്ലൂർ കലാപം നടന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്, 1806 ജൂലൈ 10. 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത് സൈനിക താവളത്തിലാണ്. അതുകൊണ്ട് തന്നെ 1857 കലാപത്തിന്റെ മുൻഗാമി എന്നോ അല്ലെങ്കിൽ മുന്നൊരുക്കമെന്നോ ഒക്കെ നമ്മൾ ഈ വെല്ലൂർ കലാപത്തെ വിളിക്കാറുണ്ട്. വെല്ലൂർ കലാപം നടന്നത് 1806 ജൂലൈ 10 ഡേറ്റ് മറക്കരുത്.
മദ്രാസിലെ വെല്ലൂർ സൈനിക താവളത്തിലെ ഇന്ത്യൻ സൈനികരാണ്. എന്താ കാരണം? 1805 ജോൺ ക്രാഡോക്ക് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഇന്ത്യൻ സൈനികർക്ക് നടപ്പിലാക്കിയ പാശ്ചാത്യ വസ്ത്രധാരണ സമ്പ്രദായത്തിനെതിരെ. ആ സമയത്ത് വെല്ലൂർ സൈനിക താവളത്തിലെ സൈനിക മേധാവി എന്ന് പറയുന്നത് കേണൽ ഗില്ലസ്പി ആയിരുന്നു. അപ്പൊ കേണൽ ഗില്ലസ്പിയുടെ നേതൃത്വത്തില് ഈ വെല്ലൂർ കലാപം അതിശക്തമായി അടിച്ചമർത്തി. അതിശക്തമായി അടിച്ചമർത്തണമെന്ന് കേണൽ ഗില്ലസ്പിയോട് ആവശ്യപ്പെട്ടത് ആ സമയത്ത് മദ്രാസിന്റെ ഗവർണറായിരുന്ന മദ്രാസ് ഗവർണറായിരുന്ന വില്യം ബെന്റിക് ആയിരുന്നു. നമുക്കറിയാം വില്യം ബെന്റിക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. 1829 സതി അനുഷ്ഠാനം നിരോധിച്ച ബംഗാളിന്റെ ഗവർണർ ജനറൽ. 1829 ശിശുഹത്യ നിരോധിച്ച, ശൈശവ വിവാഹം ആധികാരികമായി നിർത്തലാക്കിയ ബംഗാൾ ഗവർണർ ജനറൽ. അതിനു മുമ്പ് തന്നെ 1802 റിച്ചാർഡ് വെല്ലസ്ലി ശിശുഹത്യ നിരോധിച്ചിരുന്നു. അതിന് ആധികാരികമായ നിയമനിർമ്മാണം നടത്തുകയും ശൈശവ വിവാഹം നിരോധിക്കുകയും ചെയ്തത് 1829 ആരായിരുന്നു? വില്യം ബെന്റിക് ആയിരുന്നു. ശരിയല്ലേ? ആ വില്യം ബെന്റിക് മുൻപ് ബംഗാളിന്റെ ഗവർണർ ജനറലായി എത്തുന്നതിന് മുൻപ് മദ്രാസിന്റെ ഗവർണർ സ്ഥാനം വഹിച്ചിരുന്നു. ആ സമയത്താണ് ഈ വെല്ലൂർ കലാപം നടക്കുക. നമ്മൾ പഠിച്ചിരുന്നു, വെല്ലൂർ കലാപം നടക്കുമ്പോൾ ബംഗാളിന്റെ ഗവർണർ ജനറൽ ആരായിരുന്നടാ? ബംഗാളിന്റെ ഗവർണർ ജനറൽ ആ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബംഗാളിന്റെ ഗവർണർ ജനറൽ ആരായിരുന്നു? ജോർജ് ബെർലോ ആയിരുന്നു. ജോർജ് ബെർലോ. ഈ ജോർജ് ബെർലോയുടെ പ്രത്യേകത നമുക്കറിയാം. അദ്ദേഹം യഥാർത്ഥത്തിൽ ഗവർണർ ജനറൽ ആയിരുന്നു? അല്ല, ആക്ടിംഗ് ഗവർണർ ജനറൽ ആയിരുന്നു. ആക്ടിംഗ് ഗവർണർ ജനറൽ ആയിരുന്നു ആര്? ജോർജ് ബെർലോ. എന്തുകൊണ്ട് ആക്ടിംഗ് ഗവർണർ ജനറൽ മാറിയത്? 1805 ബംഗാളിന്റെ ഗവർണർ ജനറലായി എത്തിച്ചേർന്ന കോൺവാലിസ് പ്രഭു ഇന്ത്യയിൽ വെച്ച് മരണമടഞ്ഞു. അതുകൊണ്ട് ആക്ടിംഗ് ഗവർണർ ജനറലായി മാറിയ വ്യക്തിയാണ് ജോർജ് ബെർലോ. ആ ജോർജ് ബെർലോ ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്ന സമയത്താണ് മദ്രാസ് പ്രവിശ്യയിൽ വെല്ലൂർ കലാപം നടക്കുക. ആ വെല്ലൂർ സൈനിക താവളത്തിലെ മേധാവിയാണ് ആര്? കേണൽ ഗില്ലസ്പി എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? അടിച്ചമർത്തിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വില്യം ബെന്റിക്കിന്റെ നിർദ്ദേശപ്രകാരം, മദ്രാസ് ഗവർണറായ വില്യം ബെന്റിക്കിന്റെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്തു? നമ്മുടെ വെല്ലൂർ കലാപം അടിച്ചമർത്തി. 1857 വിപ്ലവത്തിലെ പോലെ ഒരു സൈനിക താവളത്തിൽ തുടക്കം കുറിക്കപ്പെട്ട കലാപമായതുകൊണ്ട് നമ്മൾ വെല്ലൂർ കലാപത്തെ 1857 വിപ്ലവത്തിന്റെ മുൻഗാമി എന്നോ അല്ലെങ്കിൽ 1857 വിപ്ലവത്തിന്റെ റിഹേഴ്സൽ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ 1857 വിപ്ലവത്തിന്റെ മുൻഗാമി എന്നും റിഹേഴ്സൽ എന്നും ആദ്യമായി വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ വി ഡി സവർക്കർ ആണ്. അല്ലെ? നമുക്കറിയാം 1857 ശിപായി ലഹളയെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കർ തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ഈ വെല്ലൂർ കലാപത്തെ എന്തെന്ന് വിശേഷിപ്പിച്ചത്? 1857 വിപ്ലവത്തിന്റെ മുൻഗാമി എന്ന് വിളിക്കുന്നത്. വി ഡി സവർക്കറെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ബംഗാൾ പ്രവിശ്യയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വിപ്ലവകാരിയാണ് നമ്മുടെ വി ഡി സവർക്കർ എന്ന് പറയുന്നത്. വി ഡി സവർക്കർ ആരംഭിച്ച ഒരു വിപ്ലവ സംഘടനയുണ്ട്. വി ഡി സവർക്കറുടെ വിപ്ലവ സംഘടനയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? അഭിനവ ഭാരത് എന്ന പേരിൽ അറിയപ്പെടുക. അഭിനവ ഭാരത്. ഈ അഭിനവ ഭാരത് എന്ന് പറയുന്ന സംഘടന ആരംഭിച്ചത് 1904 അഭിനവ ഭാരതിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് മിത്രമേള എന്ന സംഘടന. മിത്രമേള എന്നും അതോടൊപ്പം തന്നെ എന്തെന്ന് വിളിക്കാറുണ്ട്? മിത്രമാണ്ടൽ എന്നും വിളിക്കാറുണ്ട്. മിത്രമേള അഥവാ മിത്രമാണ്ടൽ. ഇത് രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന ഒരു വിപ്ലവ സംഘടനയായിരുന്നു കേട്ടോ. മിത്രമേള അല്ലെങ്കിൽ മറ്റൊരു പേര് മിത്രമാണ്ടൽ. ഈ മിത്രമേള അല്ലെങ്കിൽ മിത്രമാണ്ടൽ ആരംഭിച്ചത് 1899 കേട്ടോ. അപ്പൊ മറക്കരുത്, വെല്ലൂർ കലാപത്തെ 1857 വിപ്ലവത്തിന്റെ മുൻഗാമി എന്ന് വിളിച്ചത് അല്ലെങ്കിൽ റിഹേഴ്സൽ എന്ന് വിളിച്ചത് ആരാണ്? വി ഡി സവർക്കറാണ്. സെറ്റാണേ? ടെൻഷനൊന്നുമില്ലല്ലോ? സിമ്പിൾ അല്ലേ? വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ SCERT ഫാക്ട് ആണ്. പഠിച്ചുറപ്പിക്കണം. PSCക്ക് ഇമ്പോർട്ടന്റ് ആണ്. റിവിഷൻ ചെയ്തുറപ്പിച്ചാലോ? 2 സ്ലൈഡ് നമ്മൾ പഠിച്ചേ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചേ? ഒന്ന് ഓർത്തു നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചേ? വെല്ലൂർ കലാപം നടന്നു 1806 ജൂലൈ 10 നേതൃത്വം നൽകിയത് മദ്രാസ് പ്രവിശ്യയിലെ ഒരു സൈനിക താവളമായ വെല്ലൂർ എന്ന സൈനിക താവളത്തിലെ ഇന്ത്യൻ സൈനികർ. എന്തായിരുന്നു കാരണം? 1805
ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ജോൺ ക്രാഡോക്ക് ഇന്ത്യൻ പട്ടാളക്കാർക്ക് പാശ്ചാത്യ വസ്ത്രധാരണ സമ്പ്രദായം, അതായത് ആധുനിക വസ്ത്രധാരണ സമ്പ്രദായം ഏർപ്പെടുത്തി. ആ സമയത്ത് വെല്ലൂർ സൈനിക താവളത്തിലെ മേധാവി എന്ന് പറയുന്നത് കേണൽ ഗില്ലസ്പി ആയിരുന്നു. ഈ വെല്ലൂർ കലാപം അതിശക്തമായി അടിച്ചമർത്തിയത് മദ്രാസ് ഗവർണറായ വില്യം പിൻഡിക്കിന്റെ നേതൃത്വത്തിൽ. സെറ്റാണേ. തുടർന്ന് പിൽക്കാലത്ത് അഭിനവ ഭാരത് എന്ന വിപ്ലവ സംഘടനയുടെ സ്ഥാപകനായ വി ഡി സവർക്കർ ഈ വെല്ലൂർ കലാപത്തെ കുറിച്ച് എന്തെന്ന് വിശേഷിപ്പിച്ചു? 1857 വിപ്ലവത്തിന്റെ മുൻഗാമി അല്ലെങ്കിൽ റിഹേഴ്സൽ എന്ന് വിളിച്ചു. സെറ്റാണേ. അപ്പോ ഈ വി ഡി സവർക്കർ ആരംഭിച്ച അഭിനവ ഭാരത് എന്ന സംഘടനയുടെ മുൻഗാമി ഏതാ? മിത്രമേള അല്ലെങ്കിൽ മിത്രമാണ്ഡലം എന്നറിയപ്പെടുന്ന ഏത് വർഷം ആരംഭിച്ചു? 1899 ആരംഭിച്ചു. ഇത് നമ്മൾ പിന്നീട് വിപ്ലവ സംഘടനകൾ പഠിക്കുമ്പോൾ പഠിക്കേണ്ടതാണ് കേട്ടോ. അത് നമ്മൾ വിശദമായി പഠിക്കുകയും ചെയ്യും. ഇനി അഭിനവ ഭാരത് പറഞ്ഞ സ്ഥിതിക്ക് അഭിനവ കേരളം നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ? അഭിനവ കേരളം എന്നൊരു മാസിക ആരംഭിച്ചത് കേരള നവോത്ഥാന നായകനായ വാഗ്ഭടാനത്തിനുമായിരുന്നു. ഓക്കെ, സെറ്റാണെന്ന് കരുതുന്നു. അടുത്ത് നമ്മൾ പഠിക്കുന്നു. നമുക്കറിയാമല്ലോ, ഞാൻ ഈ 1857 വിപ്ലവത്തിന്റെ മുൻഗാമി എന്ന റിഹേഴ്സൽ എന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം, ഉത്തരേന്ത്യയിൽ നടന്ന മറ്റൊരു കലാപത്തെ അല്ലെങ്കിൽ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല നിവേദനങ്ങളും ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയിരുന്നു. ഏതാണ് ആ സമരം? മനസ്സിൽ വന്നോ? വന്നിട്ടുണ്ടാവും. 1817 നടന്ന പൈക കലാപം. ഇപ്പോഴും അത് അംഗീകരിച്ചിട്ടില്ല. കാരണം അത് ചരിത്രപരമായി പരിശോധിക്കണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണെന്ന് പരിശോധിക്കണം. അത് UGCയുടെ കരിക്കുലം കമ്മിറ്റി അംഗീകരിക്കണം. എങ്കിൽ മാത്രമേ പൈക കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കത്തുള്ളൂ. ചില മന്ത്രിമാരൊക്കെ അങ്ങനെ ആവശ്യപ്പെട്ട് വിളിക്കണമെന്ന്, പക്ഷെ ഔദ്യോഗികമായി ഇതുവരെ വിളിച്ചിട്ടില്ല. എങ്കിലും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു പ്രത്യേക കലാപമായിരുന്നു പൈക കലാപം. നമുക്ക് പൈക കലാപത്തെ കുറിച്ച് ഇനി പരിശോധിക്കാം. പൈക കലാപം. ആരാണ് ഈ പൈകകൾ എന്ന് പറയുന്നത്? പൈകകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനികരാണ്. ഇന്നത്തെ ഒഡീഷ ഉൾപ്പെടുന്ന ഭൂപ്രദേശത്ത് ഗജപതി എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യമുണ്ടായിരുന്നു. ആ ഗജപതി നാട്ടുരാജ്യത്തെ സൈനികരാണ് പൈകകൾ എന്ന പേരിൽ അറിയപ്പെടുക. ഗജപതി നാട്ടുരാജ്യത്തിലെ സൈനികരാണ് പൈകകൾ. ഈ പൈകകൾ കേവലം സൈനികർ മാത്രമല്ല, മറിച്ച് ജന്മിമാരുടെ രീതിയിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ജന്മിമാരെ വടക്കേ ഇന്ത്യയിൽ സെമീന്ദാർ എന്ന് വിളിക്കാല്ലേ, സെമീന്ദാർമാരെ പോലെ ജീവിക്കുന്ന സൈനിക മേധാവികളായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് ഒട്ടനവധി ഭൂമി കൈവശമുണ്ട്. ആ ഭൂമിയിൽ നിന്ന് നികുതി പിരിച്ചെടുത്താണ് അവരുടെ ദൈനംദിന കാര്യങ്ങൾ അവർ ചിലവഴിക്കുക. ആ നികുതി പിരിച്ചെടുത്ത് അവരുടെ സൈനിക മേധാവിമാരുടെ കീഴിലുള്ള സൈനികർക്ക് എന്ത് കൊടുക്കും? ശമ്പളം കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ സൈനിക മേധാവിമാർക്ക് ആരാണ് ശമ്പളം കൊടുക്കേണ്ടത്? സാധാരണഗതിയിൽ ഗജപതി എന്ന ഭരണാധികാരിയാണ്. ശമ്പളം കൊടുക്കുന്നതിന് പകരം ഗജപതി ഭരണാധികാരി ചെയ്യുന്നത് ആ രാജ്യത്തെ ഭൂപ്രദേശങ്ങൾ ഓരോ സൈനിക മേധാവിക്കും എഴുതി കൊടുക്കും. നിശ്ചിത കാലഘട്ടത്തേക്കാണ്. ആ കാലയളവ് അത്രയും എന്ത് ചെയ്യാം? ആ സൈനിക മേധാവിക്ക് ആ ഭൂപ്രദേശത്തെ ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കാം. ഇത്ര നികുതിയെ പിരിക്കാൻ പാടുള്ളൂ എന്ന് കണ്ടീഷനൊന്നുമില്ല. ഈ ഭൂപ്രദേശത്ത് നികുതി പിരിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഗജപതി ഭരണാധികാരികളുടെ നാട്ടുപടയാളികളായ പൈകകൾ എന്ത് ചെയ്യും? ജനങ്ങളിൽ നിന്ന് ഒരുപാട് നികുതി പിരിക്കും. അതായിരുന്നു അവർക്ക് ലാഭം. ശമ്പളം കിട്ടുന്നതിനേക്കാൾ അവർക്ക് ലാഭം അത് തന്നെയായിരുന്നു. ബ്രിട്ടീഷുകാർ ഇടപെട്ടിട്ട് എന്ത് ചെയ്തു? ഈ സമ്പ്രദായങ്ങൾ നിർത്തി. നികുതി പിരിക്കുന്നത് ബ്രിട്ടീഷുകാരായിക്കോളും, പകരം പൈകകൾക്ക് ശമ്പളം നൽകാൻ തീരുമാനിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ എന്തിന് കാരണമായി മാറിയത്? പൈക കലാപത്തിന് കാരണമായി മാറിയത്. മനസ്സിലായോ? നമുക്കിനി സ്ലൈഡിലേക്ക് പോവാം. അപ്പോൾ ആരാണ് പൈകകൾ എന്ന് പറയുമ്പോൾ, ഇന്നത്തെ ഒഡീഷ സംസ്ഥാനത്തിന്റെ ഭാഗമായി ഭരിച്ചിരുന്ന നാട്ടുരാജാക്കന്മാരാണ് ഗജപതി ഭരണാധികാരികൾ. ആ ഗജപതി ഭരണാധികാരികളുടെ നാട്ടുപടയാളികളായിരുന്നു ആര്? ഈ പൈകകൾ എന്ന് പറയുന്നത്. എന്താണ് 1817-18 കാലഘട്ടത്ത് പൈക കലാപം നടന്നതിന് എന്താണ് കാരണം? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഡീഷയിൽ നടപ്പിലാക്കിയ നികുതി നയമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈകകൾക്ക് തങ്ങളുടെ രാജ്യസേവനത്തിന് പകരമായി ഭൂമി പതിച്ചു നൽകുന്നത് ബ്രിട്ടീഷുകാർ നിർത്തലാക്കി പകരം എന്ത് ചെയ്തു? ശമ്പളം ഏർപ്പെടുത്തി. അത്രയേ ഉള്ളൂ. പൈകകൾക്ക് ഗജപതി ഭരണാധികാരി എന്ത് കൊടുക്കുമായിരുന്നു?
ഭൂമി എഴുതി കൊടുക്കും, അവിടെ നിന്ന് നികുതി പിരിച്ച ആളും പറയും അത് ശമ്പളമായി എടുത്തോളാൻ പറയും. നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗജപതി ഭരണാധികാരികൾ എന്ത് ചെയ്തു? നികുതി കൊടുക്കാൻ സമ്മതിച്ചു. അഥവാ ഗജപതി ഭരണാധികാരികൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആധിപത്യം അംഗീകരിച്ചു. തുടർന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പൈകകൾ എന്ന് പറയുന്ന ഈ നാട്ടുപടയാളികൾക്ക് ഭൂമി വിട്ടു നൽകുന്നതിന് പകരം ശമ്പളം വിട്ടു നൽകി. നികുതി പിരിക്കുന്നത് ഉത്തരവാദിത്തം ആരേറ്റെടുത്തു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പൊ പെട്ടെന്ന് അവരുടെ വരുമാനത്തിൽ വലിയൊരു നഷ്ടം സംഭവിച്ചു. ഈ നഷ്ടം അംഗീകരിക്കാൻ പൈകകൾ തയ്യാറാകുമോ? ഇല്ല. അങ്ങനെ പൈകകൾ വിപ്ലവത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. 1817 ഏപ്രിൽ 1-ാം തീയതി പൈകകൾ വിപ്ലവം ആരംഭിച്ചു. പൈക കലാപത്തിന്റെ പ്രധാന കേന്ദ്രമെന്ന് പറയുന്നത് ഒഡീഷ സംസ്ഥാനത്തിന്റെ ഭാഗമായ കോർദ എന്ന സ്ഥലമാണ്. ഈ പൈകകൾ എന്ന നാട്ടുപടയാളികളിലെ ഉദ്യോഗസ്ഥ മേധാവികൾക്ക് നേതൃത്വം നൽകിയത് വിദ്യാധർ മൊഹാപാത്ര. വിദ്യാധർ മൊഹാപാത്ര എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. വിപ്ലവത്തിന്റെ നേതാവായതുകൊണ്ട്, സൈനികർക്ക് നേതൃത്വം വഹിച്ചതുകൊണ്ട്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പോരാടാൻ നേതൃത്വം വഹിച്ചതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അനുയായികൾ എന്തെന്ന് വിളിച്ചു? ബക്ഷി ജഗബന്ധു എന്ന് വിളിച്ചു. ബക്ഷി ജഗബന്ധു. ഇന്നത്തെ ഒഡീഷ ഉൾപ്പെടുന്ന ഭൂപ്രദേശത്ത് ആദ്യമായിട്ടാണ് യൂറോപ്യൻ ശക്തിയായ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ആദ്യമായൊരു വലിയൊരു സംഘടിത കലാപം നടക്കുക. അതുകൊണ്ട് ഇന്നും ഒഡീഷയിലെ ജനങ്ങൾക്ക് ഇദ്ദേഹം ധീര ദേശാഭിമാനിയാണ്. അതുകൊണ്ട് തന്നെ ഈ ബക്ഷി ജഗബന്ധുവിന്റെ പ്രതിമ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഭുവനേശ്വറിൽ സ്ഥാപിച്ചിരിക്കുന്നു. എവിടെ സ്ഥാപിച്ചിരിക്കുന്നു? ഭുവനേശ്വറിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പൊ PSC ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആരാണ് പൈകകൾ? ഇന്നത്തെ ഒഡീഷ സംസ്ഥാനത്തിന്റെ ഭാഗമായി ഭരണം നടത്തിയിരുന്ന നാട്ടുരാജാക്കന്മാരായ ഗജപതി ഭരണാധികാരികളുടെ നാട്ടുപടയാളികളായിരുന്നു അല്ലെ. ആ നാട്ടുപടയാളികൾക്ക് പരമ്പരാഗതമായി ഗജപതി ഭരണാധികാരികൾ ഭൂമിയാണ് ശമ്പളത്തിന് പകരം എഴുതി നൽകുക. ആ ഭൂമിയിൽ നിന്ന് അവർക്ക് നികുതി പിരിക്കാം. ഈ ഗജപതി ഭരണാധികാരികൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആധിപത്യം അംഗീകരിച്ചപ്പോൾ ഗജപതി ഭരണാധികാരികളുടെ കീഴിലുള്ള ഭൂപ്രദേശ നികുതി പിരിക്കാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചു. അതുവരെ നികുതി പിരിച്ചിരുന്ന പൈകകളുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി അവർ ഏറ്റെടുത്തു. പകരം പൈകകൾക്ക് ശമ്പളം നൽകി തുടങ്ങി. ഇതാണ് എന്തിന് കാരണം? പൈക കലാപം. പൈക കലാപം ആരംഭിച്ചത് 1817 ഏപ്രിൽ 1. പ്രധാന കേന്ദ്രം ഏതാ? കോർദ. പ്രധാന നേതാവാര വിദ്യാധർ മൊഹാപാത്ര. ജനങ്ങൾ അദ്ദേഹത്തെ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? ബക്ഷി ജഗബന്ധു. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മറക്കല്ലേ. എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? ബക്ഷി ജഗബന്ധു എന്ന് വിശേഷിപ്പിക്കുന്നു. ബക്ഷി ജഗബന്ധു എന്ന് വിശേഷിപ്പിക്കുന്ന വിദ്യാധർ മൊഹാപാത്രയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭുവനേശ്വറുമാണ്. സെറ്റാണേ? പഠിച്ചുറപ്പിച്ചൊന്ന് കരുതിയിട്ടെ. ഓക്കെ. ഇപ്പൊ തന്നെ പഠിക്കണം കേട്ടോ, ക്ലാസ്സിൽ വെച്ച് പഠിക്കണം. പൈക കലാപം അഥവാ പൈക വിദ്രോഹ. പൈകകൾ എന്ന് പറയുമ്പോൾ ഒഡീഷയിലെ ഗജപതി ഭരണാധികാരികളുടെ നാട്ടുപടയാളികളാണ്. പൈക കലാപത്തിന്റെ കാരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഡീഷയിൽ നടപ്പിലാക്കിയ നികുതി നയമാണ്. പൈകകൾക്ക് തങ്ങളുടെ രാജ്യസേവനത്തിന് പകരമായി ഭൂമി പതിച്ചു നൽകുന്നത് ബ്രിട്ടീഷുകാർ നിർത്തലാക്കി. പകരം എന്ത് നൽകി? ശമ്പളം നൽകി. അതാണ് പ്രശ്നത്തിന് കാരണം. നികുതി പിരിക്കുമ്പോൾ ഒരുപാട് പിരിച്ചെടുക്കായിരുന്നു, ശമ്പളമാകുമ്പോൾ കറക്റ്റ് എമൗണ്ടല്ലേ കിട്ടത്തുള്ളൂ. യെസ്. പൈക കലാപം ആരംഭിച്ചത് 1817 ഏപ്രിൽ 1. പ്രധാന കേന്ദ്രം കോർദയാണ്. പ്രധാന നേതാവാര വിദ്യാധർ മൊഹാപാത്ര. ഇദ്ദേഹത്തെ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? ബക്ഷി ജഗബന്ധു എന്ന് വിശേഷിപ്പിക്കുന്നു. ബക്ഷി ജഗബന്ധു എന്നറിയപ്പെടുന്ന വിദ്യാധർ മൊഹാപാത്രയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഭുവനേശ്വറുമാണ്. ഇനി നമുക്ക് 1857 വിപ്ലവത്തിലേക്ക് നമുക്ക് പോകാം. 1857 വിപ്ലവം ഉണ്ടാകാൻ കുറെ കാരണങ്ങൾ പറയാറുണ്ട്. PSC ആ കാരണങ്ങൾ ചോദിക്കാറുമുണ്ട്. PSC പരീക്ഷകളിൽ ചില പരീക്ഷകളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്നാൽ SSC പരീക്ഷകളിലൊക്കെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് 1857 വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ വിശദീകരിക്കുക. പക്ഷെ PSC ചോദിക്കുമ്പോൾ ചോദ്യത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. എങ്ങനെയാ ചോദിക്കുക? 1857 വിപ്ലവത്തിന്റെ കാരണങ്ങളിൽ താഴെ പറയുന്നതിൽ ശരിയായത് ഏതൊക്കെ? അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ചോദിക്കുക. കുറെ കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മളിവിടെ പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സാധാരണഗതിയിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു കാരണമാണ് നമ്മൾ ആദ്യം രേഖപ്പെടുത്തുന്നത്, ദത്തവകാശ നിരോധന നിയമം. അതുകൂടാതെ വേറെ കാരണങ്ങളുണ്ട്, നമ്മളത് പഠിക്കും. അപ്പൊ ദത്തവകാശ നിരോധന നിയമം 1848 ഡൽഹൌസി പ്രഭുവാണ് കൊണ്ടുവന്നത് എന്ന് നമ്മൾ ആൾറെഡി പഠിച്ചു അല്ലെ. ആ ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യം കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് നാട്ടുരാജ്യമായിരുന്നു? സത്താറയായിരുന്നു അല്ലെ. അപ്പൊ ദത്തവകാശ നിയമം നമ്മൾ ആൾറെഡി പഠിച്ചു.
1848 ആദ്യം കൂട്ടിച്ചേർക്കപ്പെട്ടത് 1848 സത്താറ എന്ന നാട്ടുരാജ്യം, അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ടത് 1856 ഏത് നാട്ടുരാജ്യത്തെ? ഔദ് എന്ന നാട്ടുരാജ്യത്തെ. ഔദ് എന്ന നാട്ടുരാജ്യത്തെ കൂട്ടിച്ചേർക്കുകയും ഔദിലെ ഭരണാധികാരിയെ കൽക്കട്ടയിലേക്ക് നാടുകടത്തുകയും ചെയ്തത് ആരായിരുന്നു? നമ്മുടെ ഡൽഹൌസി ഗ്രൂപ്പ് ആയിരുന്നു. ഇത് ഒരു കാരണമാണ് ദത്തവകാശ നിരോധന നിയമം. എന്താണ് ദത്തവകാശ നിരോധന നിയമം? നിങ്ങൾക്കറിയാം, അനന്തരാവകാശിയായിട്ട് ഒരു മകനോ മകളോ ജനിച്ചില്ലെങ്കിൽ ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിച്ചിട്ടുള്ള നാട്ടുരാജ്യങ്ങൾ തുടർന്ന് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകും. ഓക്കെ, ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിച്ചുള്ള ഏതെങ്കിലും നാട്ടുരാജ്യങ്ങളിൽ അനന്തരാവകാശികളായി മകനോ മകളോ ജനിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ മകനോ മകളോ ജനിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചുപോയി എങ്കിൽ, അനന്തരാവകാശികൾ ജീവനോടെ ഇല്ല എങ്കിൽ അത് ആരുടേതായി മാറും? യെസ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടേതായി മാറും. അപ്പൊ സ്വാഭാവികമായിട്ടും നാട്ടുരാജാക്കന്മാർ ആൾറെഡി ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിച്ചിട്ടുണ്ട്. ആ രാജ്യത്ത് നികുതി പിരിക്കുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ അനന്തരാവകാശികൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ചില രാജ്യത്തെ രാജാക്കന്മാർ എന്ത് ചെയ്തു? ദത്തെടുക്കലിലൂടെ കുറെ പേര് കൊണ്ടുവന്നു. ഈ ദത്തെടുക്കപ്പെട്ടവര് പിന്തുടർച്ച അവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ രാജാവായി സ്ഥാനമേറ്റപ്പോ അത് ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ വിപ്ലവത്തിന് കാരണമായി തീർന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ദത്തവകാശ നിരോധന നിയമം അനുസരിച്ച് ബ്രിട്ടീഷുകാർ ഏറ്റെടുത്ത നാട്ടുരാജ്യത്തിൽ ചില നാട്ടുരാജ്യങ്ങളിൽ അനന്തരാവകാശികളായി ചിലരെ ദത്തെടുത്തിരുന്നു. ആ ദത്തെടുക്കപ്പെട്ടവർക്ക് പിന്തുടർച്ചാവകാശം ലഭിക്കാത്തതിനെ തുടർന്നാണ് യഥാർത്ഥത്തിൽ ചില നാട്ടുരാജ്യങ്ങൾ കലാപത്തിലേക്ക് വന്നത്. ഇനി 1854 പോസ്റ്റ് ഓഫീസ് നിയമം വിപ്ലവത്തിന് കാരണമായി. 1854 ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസ് നിയമം പാസ്സാക്കിയെന്നും അതുപ്രകാരം പോസ്റ്റൽ വകുപ്പ് ആരംഭിച്ചു എന്നും നമ്മൾ പഠിച്ചു. യഥാർത്ഥത്തിൽ 1854 മുതലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പൊതുജനങ്ങൾക്ക് തപാൽ സംവിധാനം ഉപയോഗിക്കാൻ അനുമതി നൽകിയത്. അത് എന്തുകൊണ്ട് പ്രതിഷേധത്തിലേക്ക് വഴിമാറി എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കാം. സംഭവം മറ്റൊന്നുമില്ലടാ, പണ്ടുകാലത്ത് ചില രാജ്യങ്ങളിൽ കാളകളെ എന്ത് ചെയ്തിരുന്നു? തപാൽ വിതരണത്തിന് ഉപയോഗിച്ചിരുന്നു. കാളകളെ ചില നാട്ടുരാജ്യങ്ങളിൽ ആരെ ഉപയോഗിച്ചിരുന്നു? പ്രാവിനെ ഉപയോഗിച്ചിരുന്നു. മറ്റു ചില നാട്ടുരാജ്യങ്ങളിൽ പരുന്തിനെയും കഴുകിനെയും ഒക്കെ ഉപയോഗിച്ചിരുന്നു. യൂറോപ്പിൽ മാനിനെയാണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. അപ്പോ ഈ മൃഗങ്ങളെ ഉപയോഗിച്ച് തപാൽ വിതരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് 1854 പോസ്റ്റ് ഓഫീസ് നിയമം അനുസരിച്ച് തപാൽ വിതരണത്തിന് ആരെ നിയമിച്ചു? മനുഷ്യരെ നിയമിച്ചു. ഇത് കുറച്ച് സാംസ്കാരിക വിശ്വാസമുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല. മൃഗങ്ങൾ ചെയ്തിരുന്ന ജോലി മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്നതിൽ എതിർപ്പുണ്ടായി. അതും വിപ്ലവത്തിന്റെ മറ്റൊരു കാരണമാണ്. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ആര് പാസാക്കി? ഡൽഹൌസി പ്രഭു പാസാക്കിയിരുന്നു. ഇതിലും വ്യാപകമായ പ്രതിഷേധമുയർന്നു. അതുകൊണ്ടാണ് 1857 ഹിന്ദു വിധവ പുനർവിവാഹ ഭേദഗതി നിയമം ആര് പാസാക്കുക? കാനിങ് പ്രഭു. ഓക്കെ, അപ്പോൾ 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. അതും പ്രതിഷേധത്തിന് കാരണമായി. കാരണം എന്താ? ഹിന്ദു മതവിശ്വാസിയായ ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ പണ്ടുകാലത്താണെങ്കിൽ സതി അനുഷ്ഠിക്കണമായിരുന്നു. പിൽക്കാലത്ത് സതി നിരോധനത്തെ തുടർന്ന് ഈ വിധവ ഇരുട്ടുമുറിയിൽ കഴിഞ്ഞുകൂടണം എന്നൊരു ചിന്താഗതിയാണ് സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. അതിന് ബ്രിട്ടീഷുകാർ മാറ്റം വരുത്തിയപ്പോ ഇവരെ സംബന്ധിച്ചിട്ട് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്ന ചിന്താഗതിയിലേക്ക് മാറി. അപ്പോൾ ബ്രിട്ടീഷുകാർ തങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തി എന്നതാണ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയപ്പോൾ ബ്രിട്ടീഷുകാർ എതിർക്കുവാനും അത് വിപ്ലവമായി മാറാനുള്ള ഒരു കാരണമായി മാറുകയും ചെയ്തു. 1856 ജനറൽ എൻലിസ്റ്റ്മെന്റ് നിയമം കൊണ്ടുവന്നത് കാനിങ് പ്രഭു ആയിരുന്നു. നമ്മൾ പഠിച്ചു. ഈ ജനറൽ എൻലിസ്റ്റ്മെന്റ് നിയമം കൊണ്ടുവന്നത് ആരാണ്? കാനിങ് പ്രഭുവാണ്. ഇത് മൂന്നും കൊണ്ടുവന്നത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. നമ്മൾ ആൾറെഡി പഠിച്ചു. ഭരണാധികാരികൾ പഠിച്ചു വിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ പഠിച്ചു പോകുമ്പോൾ അത് റിവിഷൻ ചെയ്ത് ഉറപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഭരണാധികാരികൾ പഠിച്ചു കഴിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ 1856 ജനറൽ എൻലിസ്റ്റ്മെന്റ് നിയമം പാസ്സാക്കിയത് കാനിങ് പ്രഭു ആയിരുന്നു. എന്താണ് ഈ ജനറൽ എൻലിസ്റ്റ്മെന്റ് നിയമം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല,
ബ്രിട്ടീഷുകാരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരായിക്കോട്ടെ, സൈനികരായിക്കോട്ടെ, അത് ബ്രിട്ടീഷ് പൗരന്മാരായാലും ബ്രിട്ടന് ലോകമൊട്ടാകെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആ കോളനികൾ ആയ രാജ്യങ്ങളിലെ പൗരന്മാരാണെങ്കിലും ബ്രിട്ടന്റെ ഏതൊരു കോളനിയിലും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. ഉദാഹരണമായി പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഇന്ത്യക്കാരായ സൈനികരുണ്ട്. ഇന്ത്യക്കാരായ ബ്രിട്ടീഷ് സൈനികർ. അവര് ബ്രിട്ടന് വേറെ എവിടെയെങ്കിലും കോളനി ഉണ്ടെങ്കിൽ അവിടെ പോകേണ്ടി വരും. ഉദാഹരണത്തിന് ബ്രിട്ടന്റെ മറ്റൊരു കോളനിയാണ് ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിൽ പോകേണ്ടി വരും. മറ്റൊരു കോളനിയാണ് ന്യൂസിലൻഡ്. ന്യൂസിലൻഡിലേക്ക് പോകേണ്ടി വരും. ബ്രിട്ടീഷുകാര് അവിടെ നിയമിച്ചു കഴിഞ്ഞാൽ ഇവരവിടെ പോയി ജോലി ചെയ്യേണ്ടി വരും. ഇങ്ങനെ സ്ഥലം മാറ്റുമെന്നൊരു ചിന്താഗതി വന്നു. ബ്രിട്ടീഷ് കോളനികൾ ഏത് രാജ്യത്തുണ്ടോ അവിടെയെല്ലാം ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സൈനികരായ ശിപായിമാരെ ചൊടിപ്പിച്ച പ്രധാന കാരണം. അവരുടെ മനസ്സിൽ അതിശക്തമായ പ്രതിഷേധമുണ്ട്. പക്ഷേ പ്രതിഷേധിച്ചാൽ ജോലി നഷ്ടമാകുമോ, ജീവൻ നഷ്ടമാകുമോ എന്നൊരു പേടി കാരണം പലരും എന്ത് ചെയ്തില്ല, പ്രത്യക്ഷ പ്രതിഷേധത്തിന് തയ്യാറായില്ല. പ്രതിഷേധം മനസ്സിലുണ്ട്, ഭയങ്കരമായ പ്രതിഷേധമുണ്ട്, പ്രത്യക്ഷ പ്രതിഷേധത്തിന് തയ്യാറായില്ല. അങ്ങനെ ഇരിക്കുകയാണ് മറ്റൊരു കാഴ്ചപ്പാട് വീണ്ടും വരിക. മറ്റൊരു കാരണം, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ, ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും, അല്ലെ? ഇതേ സമാന ഉൽപ്പന്നം ബ്രിട്ടീഷുകാർ ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതിയും ചെയ്യും. അപ്പൊ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്ക് വില കുറവായിരിക്കും. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നികുതി കൂടുതലാകുമ്പോൾ വില കൂടുതലായിരിക്കും. ആൾക്കാർ ഏതായിരിക്കും മേടിക്കുക? ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ മേടിക്കും. അങ്ങനെ മേടിക്കുമ്പോൾ ഇന്ത്യക്കാരായ സാധാരണക്കാർ നിർമ്മിക്കുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ആരും വാങ്ങാതെയാകും. അവർക്ക് ദാരിദ്ര്യമുണ്ടാകും. ഇതും 1857 വിപ്ലവത്തിന്റെ ഒരു കാരണമാണ്. സാധാരണക്കാരായ ജനങ്ങൾ ബ്രിട്ടീഷുകാരെ എതിർക്കുവാനുള്ള പ്രധാന കാരണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത്. പിന്നെ ബ്രിട്ടീഷുകാരുടെ പുരോഗമന നവോത്ഥാന പ്രവർത്തനങ്ങൾ. ഈ പുരോഗമന നവോത്ഥാന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും മതത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി തുടങ്ങിയത്. പ്രത്യേകിച്ച് 1813 ചാർട്ടർ നിയമം അനുസരിച്ച് യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറിമാരെ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചു. ആ യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയിൽ ഒട്ടനവധി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആരംഭിച്ചു, ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അതിലൂടെ സൗജന്യമായി ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തു. ആ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ക്രിസ്ത്യൻ മിഷണറിമാര് അഥവാ ക്രിസ്ത്യൻ പുരോഹിതന്മാര് പറയുന്ന കാര്യങ്ങൾ ഈ ഇന്ത്യയിലെ ജനങ്ങൾ സ്വീകരിച്ചു തുടങ്ങി. പലരും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. അങ്ങനെ അതിന്റെ ഭാഗമായി മറ്റൊരു പേടിയുണ്ടായി. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനങ്ങളെ പൂർണ്ണമായും ഹിന്ദുമതത്തിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തേക്കാം എന്നൊരു പേടിയും ജനങ്ങളുടെ മനസ്സിലുണ്ടായി. ഓക്കെ, ഈ പുരോഗമന നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസം നൽകി. വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാര് പുരോഗമന നവോത്ഥാന പ്രവർത്തനങ്ങളിലൂടെ പരമ്പരാഗതമായ സാംസ്കാരിക ചിന്തയെയും സാംസ്കാരിക അനുഷ്ഠാനങ്ങളെയും ചോദ്യം ചെയ്തു. ഈ സാംസ്കാരികപരമായ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും ചോദ്യം ചെയ്തത് പരമ്പരാഗത വിശ്വാസത്തിൽ അടിയുറച്ച ചുരുക്കം ചില ഇന്ത്യൻ ജനതയ്ക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതും വിപ്ലവത്തിലേക്ക് നയിച്ചു. അപ്പോൾ 1857 വിപ്ലവത്തിനുള്ള പ്രധാന കാരണങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെ? ഒന്ന്, ദത്തവകാശ നിരോധന നിയമം. 2, 1854 പോസ്റ്റ് ഓഫീസ് നിയമം. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം. 5, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തിയത്. 6, ബ്രിട്ടീഷുകാരുടെ പുരോഗമന നവോത്ഥാന പ്രവർത്തനങ്ങൾ. അതിന്റെ ഉപവിഭാഗമായി പറയാം 7ാമത്തെ പോയിന്റ്, ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുമെന്ന ഭീതി. ഒട്ടനവധി ജനങ്ങൾ അക്കാലഘട്ടത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നു? പരിവർത്തനം ചെയ്തിരുന്നു. ഈ യൂറോപ്യൻ മിഷണറി സമൂഹങ്ങൾ LMS, CMS, BM ഇതൊക്കെ നമുക്കറിയാം. അവര് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി കൃഷികൾ എന്ന പേരിൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആരംഭിച്ചിരുന്നു. അവിടെ സൗജന്യ ഭക്ഷണമാണ്, സൗജന്യ വിദ്യാഭ്യാസമാണ്. അങ്ങനെ ഒട്ടനവധി സാധാരണക്കാരായ ജനങ്ങൾ അവിടെ വിദ്യാഭ്യാസത്തിലേക്ക് പോയി. അവർ വിദ്യാഭ്യാസം നേടിയത് ജാതി വ്യവസ്ഥിതി നിലനിന്നിരുന്ന ഇന്ത്യയിലെ സവർണർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതും വിപ്ലവത്തിന് കാരണമാണ്. അതാണ് ഈ പുരോഗമന നവോത്ഥാന പ്രവർത്തനങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുക. സാധാരണക്കാരായ താഴ്ന്ന ജാതിക്കാരായ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതും അവരുടെ ജീവിത നിലവാരം ഉയർന്നതും
ഇന്ത്യയിലെ സവർണജാതിക്കാർക്ക്, ജാതി വ്യവസ്ഥിതിയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന സവർണജാതിക്കാർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതും വിപ്ലവത്തിലേക്ക് നയിച്ചു എന്ന് പറയാം. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? സ്റ്റേറ്റ്മെന്റ് ആയിട്ട് PSC ചോദിക്കും, മറക്കരുത്. ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? 1857 വിപ്ലവത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെ? ദത്തവകാശ നിരോധന നിയമം, 1854 പോസ്റ്റ് ഓഫീസ് നിയമം, 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. അത് പ്രതിഷേധമുണ്ടായ ചെറിയ കാര്യങ്ങളൊക്കെ കാനിംഗ് ബ്രൂക്ക് ഒഴിവാക്കി 1857 ഹിന്ദു വിധവ പുനർവിവാഹ ഭേദഗതി ബിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വിപ്ലവത്തിന് ഇതും ഒരു കാരണമാണ്. പിന്നെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം. ഇതായിരുന്നു ഇന്ത്യൻ സൈനികരായ ശിപായികൾക്ക് ഏറ്റവും പ്രതിഷേധമുണ്ടായ കാരണം. ഓക്കെ, അത് കഴിഞ്ഞ് പറഞ്ഞു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തി. അത് സാധാരണക്കാരായ ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെറുകിട വസ്തുക്കൾ വിൽക്കാതെയായി, ദാരിദ്ര്യമായി, അതും പ്രതിഷേധമായി. ബ്രിട്ടീഷുകാരുടെ പുരോഗമന നവോത്ഥാന പ്രവർത്തനങ്ങളും ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുമെന്ന പേടിയും ഇന്ത്യൻ ജനതയെ വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളാണ്. അടുത്ത് പറയുന്നു, ബ്രിട്ടീഷുകാർക്കെതിരെ ദേശീയ തലത്തിൽ നടന്ന ആദ്യ സംഘടിത ചെറുത്തുനിൽപ്പാണ് എന്ത്? 1857 വിപ്ലവം. സംഘടിത ചെറുത്തുനിൽപ്പ് എന്ന് പറയുമ്പോൾ ഓർഗനൈസ്ഡ് ആയിരുന്നു, എന്നാൽ വെൽ ഓർഗനൈസ്ഡ് അല്ല. അതായത് നാട്ടുരാജ്യങ്ങൾ തമ്മിൽ ശത്രുതയിലായിരുന്നെങ്കിലും ബ്രിട്ടീഷുകാരെ എതിർക്കാൻ വേണ്ടി പല നാട്ടുരാജ്യങ്ങളും പരസ്പരം സഹകരിച്ചു. നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും, ഓരോ പ്രദേശത്തെയും നേതാക്കളെ കുറിച്ച് പഠിക്കും. ഒരു വ്യക്തി തന്നെ 2 3 സ്ഥലങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാർക്ക് ഒരു വിപ്ലവം നയിച്ചിട്ടുണ്ട്. അത് അവർ തമ്മിലൊരു സംഘടിതമായ അല്ലെങ്കിൽ തുല്യമായി ബ്രിട്ടീഷുകാരെ എതിർക്കുന്നതിന് വേണ്ടി സൈനിക സഹായം പരസ്പരം നൽകിയിരുന്നു. അപ്പോൾ ദേശീയ തലത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ചെറുത്തുനിൽപ്പായിരുന്നു 1857 വിപ്ലവം. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിട്ട് ഇത് വളരെ ദുസ്സഹമായിരുന്നു അടിച്ചമർത്തുവാൻ. നമുക്കറിയാം, വെല്ലൂർ കലാപം ചുരുക്കം ചില ദിവസങ്ങൾ കൊണ്ട് അടിച്ചമർത്തി. പൈക കലാപം ചുരുക്കം ചില ദിവസങ്ങൾ കൊണ്ട് അടിച്ചമർത്തി. പക്ഷെ 1857 വിപ്ലവം ഏകദേശം 2 വർഷക്കാലം നീണ്ടുനിന്നു. ബ്രിട്ടീഷുകാർ 1858 വിപ്ലവം പൂർണ്ണമായി അടിച്ചമർത്തി എന്ന അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും വിപ്ലവത്തിലെ പല നേതാക്കളെയും അറസ്റ്റ് ചെയ്യുന്നത് 1859 കാലഘട്ടത്താണ്. അങ്ങനെ നോക്കിയാൽ വിപ്ലവകാരികൾ കീഴടങ്ങുന്നത് ഉൾപ്പെടെ നോക്കിയാൽ ഏകദേശം 3 വർഷക്കാലം ഈ വിപ്ലവം നീണ്ടുനിന്നു. നമുക്ക് കുറച്ചു ദിവസം കൂടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്താൻ സാധിക്കുമായിരുന്നു എന്ന ചിന്താഗതി ഈ വിപ്ലവം ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചു. അതാണ് പിന്നീട് ദേശീയതയിലേക്ക് വളരുക. ശിപായി ലഹള എന്നും ചെകുത്താന്റെ കാറ്റെന്നുമാണ് ഇതിനാര് വിശേഷിപ്പിച്ചത്? ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത്. ഓരോ വ്യക്തികളും വിശേഷിപ്പിച്ചവരുണ്ട്. നമ്മൾ വിപ്ലവം പഠിച്ചിട്ട് ഏറ്റവും അവസാനം പഠിക്കും കേട്ടോ. ഇത് നമ്മൾ പൊതുവായി പറയുന്നതാണ്. ശിപായി ലഹളയെന്നും ചെകുത്താന്റെ കാറ്റും, അതായത് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ഇളക്കി വിട്ടത് ആരാണ്? ചെകുത്താനാണ് എന്ന അർത്ഥത്തിലാണ് ബ്രിട്ടീഷുകാര് അതിനെ നിശ്ചിതമായി വിമർശിച്ചത് എന്ന് പറയേണ്ടി വരും. ശിപായി ലഹള എന്നതിനെ വില കുറച്ച് കണ്ടു. താഴ്ന്നേക്കിടയിലുള്ള, അതായത് താഴ്ന്ന ഉദ്യോഗസ്ഥർ, ഏറ്റവും താഴ്ന്ന ഉദ്യോഗസ്ഥർ നയിക്കുന്ന സമരം എന്ന രീതിയിൽ അതിനെ പരിഹസിച്ചു. ചെകുത്താനാണ് വിപ്ലവകാരി ഇളക്കി വിട്ടത് എന്ന് പരിഹസിച്ചു. പക്ഷെ ഇന്ത്യൻ ചരിത്രകാരന്മാര് പിൽക്കാലത്ത് ഈ സമരത്തെ എന്തെന്ന് വിളിച്ചു? ദ ഗ്രേറ്റ് റെവല്യൂഷൻ, മഹത്തായ വിപ്ലവം. കാരണം ഇന്ത്യക്കാരെ സംബന്ധിച്ചിട്ട് ശരിയായിരുന്നു അത് പറയുന്നത്. ഇന്ത്യക്കാരുടെ ലഹള, നാട്ടുരാജ്യങ്ങളാണ് ലഹള നടത്തിയത്, ഏകീകരിച്ചുകൊണ്ട് അതിനെ എന്തെന്ന് വിളിച്ചു? ഇന്ത്യക്കാരുടെ ലഹള എന്ന് വിളിച്ചു. 1857 കലാപം എന്ന് വിശേഷിപ്പിച്ചു. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ഇന്ത്യക്കാരായിരുന്നു. അപ്പോൾ ഇത് പൊതുവായി പറയുന്നതാണ്. പ്രത്യേകിച്ച് ഓരോ വിശേഷണങ്ങളുണ്ട്, ഓരോ ചരിത്രകാരന്മാർ പറഞ്ഞത്, അത് നമ്മൾ പിന്നീട് പഠിക്കും. ഇവിടെ പൊതുവായി നമ്മൾ പറയുന്നു, ശിപായി ലഹളയെന്നും ചെകുത്താന്റെ കാറ്റെന്നും ഈ വിപ്ലവത്തെ വില കുറച്ച് കാണിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഈ വിപ്ലവത്തെ മഹത്തായ വിപ്ലവമെന്നും ഇന്ത്യൻ ലഹളയെന്നും 1857 കലാപമെന്നും ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്നും ഒക്കെ വിശേഷിപ്പിച്ച് വില ഉയർത്തി കാണിച്ചത് ആരായിരുന്നു? ഇന്ത്യക്കാര്. സെറ്റാണേ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് 1857 വിപ്ലവമെന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് കാർൽ മാർക്സ് ആയിരുന്നു. 1857 നടന്ന ഈ വിപ്ലവം, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വിപ്ലവം, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആരായിരുന്നു? കാർൽ മാർക്സ് ആയിരുന്നു, ന്യൂയോർക്ക് ട്രിബ്യൂണലിന്റെ പത്രത്തിൽ. ആ സമയത്ത്
അമേരിക്കയിലായിരുന്ന കാരൽ മാർക്സ് എന്തുകൊണ്ട് ഇങ്ങനെ വിശേഷിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, അമേരിക്ക ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ജനതയാണ്. അമേരിക്ക ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ജനതയാണ്. ആണേ, യെസ്. ഇംഗ്ലണ്ടിൽ നിന്ന് കുടിയേറി പാർത്തവരാണ് അമേരിക്കയിലെ തീർത്ഥാടക പിതാക്കന്മാർ. പക്ഷെ ബ്രിട്ടീഷുകാര് ഇംഗ്ലീഷ് ജനതയാണ് അവിടെ താമസിക്കുന്നത് കൊണ്ട് ബ്രിട്ടന് നികുതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്വാഭാവികമായും അമേരിക്കയെ ബ്രിട്ടീഷ് കോളനിയായി കണക്കാക്കി നികുതി ചുമത്തി. അതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് കാരണം. അങ്ങനെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആരിൽ നിന്നാണ് വിജയിക്കുന്നത്? ബ്രിട്ടീഷുകാരിൽ നിന്ന്. അപ്പോൾ അമേരിക്കയുടെ ഒരു ശത്രുവാണ് ബ്രിട്ടൻ എന്ന് നമുക്ക് കരുതേണ്ടി വരും ആ കാലഘട്ടത്തിൽ. പിന്നീട് അവർ ഫ്രണ്ട്സായി ലോകമഹായുദ്ധമൊക്കെ പഠിക്കുമ്പോൾ. എങ്കിലും ഈ ഒരു കാലഘട്ടത്ത് ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത് അമേരിക്കക്കാരുടെ ശത്രുക്കളാണ്. അപ്പോൾ ബ്രിട്ടനെതിരെ ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടായത് അവരുടെ ശ്രദ്ധ ആകർഷിച്ചു. അതുകൊണ്ടാണ് കാർൽ മാർക്സ് എന്തെന്ന് പറഞ്ഞത്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്. ഏത് പത്രത്തിൽ? ന്യൂയോർക്ക് ട്രിബ്യൂണൽ എന്ന പത്രത്തിൽ. ന്യൂയോർക്ക് ട്രിബ്യൂണൽ എന്ന പത്രത്തിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് ചോദിച്ചാൽ നമ്മൾ ആരുടെ പേര് പറയും? വി ഡി സവർക്കറുടെ പേര് പറയും. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ആരാണ്? വി ഡി സവർക്കർ എന്ന്. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത് പറയട്ടെ. ഇനി അടുത്ത് പറയുന്നു, ഇനി നമുക്ക് വിപ്ലവത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എന്നാണ് വിപ്ലവം ആരംഭിച്ചത്? എന്തൊക്കെയാണ് ആ വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം? നമ്മളിവിടെ വിപ്ലവത്തിന്റെ പ്രധാന കാരണങ്ങൾ ഇവിടെ പഠിച്ചു. പക്ഷേ ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ പ്രതിഷേധമുണ്ടാക്കിയ കാരണങ്ങളാണ്. ജനങ്ങളുടെ മനസ്സിൽ പ്രതിഷേധമുണ്ടാക്കിയത്. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്ത് എന്തെങ്കിലും പ്രതിഷേധമുണ്ട് എന്ന് വിചാരിക്കുക. ഭയങ്കരമായ പ്രതിഷേധമുണ്ട്. ഒരുപാട് കാരണങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. പക്ഷെ നമ്മൾ എന്തെങ്കിലും പേടിയുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പ്രതിഷേധിച്ചാൽ ആരെങ്കിലും കൂടെ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കാരണങ്ങൾ കാരണം പലപ്പോഴും അത് പുറത്തറിയിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ മനസ്സിലുള്ള അതേ പ്രതിഷേധത്തിന്റെ പേരിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സമൂഹ മാധ്യമത്തിൽ രംഗത്ത് വരികയാണെന്ന് വിചാരിക്കും. നമ്മുടെ മനസ്സിലുള്ള കുറെ പ്രതിഷേധമുണ്ട്. പക്ഷെ പല പേടി കാരണങ്ങൾ, നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവുമോ എന്നൊരു പേടി കാരണം നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പ്രതിഷേധിക്കുന്നില്ല. ഇതേ നമ്മുടെ മനസ്സിലുള്ള അതേ പ്രതിഷേധ സൂചകമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി സമൂഹ മാധ്യമത്തിൽ വന്ന് പോസ്റ്റ് ഇടുകയാണ് എങ്കിൽ എന്ത് ചെയ്യും? നമ്മളത് പോസ്റ്റ് കാണുകയാണെങ്കിൽ നമ്മൾ അതിനെ പിന്തുണയ്ക്കും, ചിലപ്പോൾ ഷെയർ ചെയ്യും, ചിലപ്പോൾ അതുമായി ബന്ധിപ്പിച്ച് അതിനെ അനുകൂലിച്ചുകൊണ്ട് കമന്റ് രേഖപ്പെടുത്തും. ശരിയല്ലേ? അങ്ങനെ ഇതേ പ്രതിഷേധം മനസ്സിലുള്ള ഒരുപാട് പേര് അത് ഷെയർ ചെയ്യും. അതങ്ങനെ എന്ത് ചെയ്യും? കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചേരും. ആണേ, അതിന്റെ അർത്ഥം ഒട്ടനവധി പേരുടെ മനസ്സിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ചെറിയൊരു തീപ്പൊരി വീണാല് അത് വലിയ സ്ഫോടനമായി മാറുന്ന തരത്തിൽ. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. 1857 വിപ്ലവത്തിന്റെ പ്രധാന കാരണങ്ങൾ ഇതൊക്കെയാണെങ്കിലും എല്ലാവരുടെ മനസ്സിൽ പേടിയായിരുന്നു. ചെറിയൊരു തീപ്പൊരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് വീണ്ടും പ്രതിഷേധത്തിന് കാരണമായ കുറച്ച് സംഭവ വികാസങ്ങൾ നടക്കുക. ബ്രിട്ടീഷുകാര് പുതിയ തോക്ക് കൊണ്ടുവന്നു. തോക്കിൽ നമുക്കറിയാം, പട്ടാളക്കാര് ഉപയോഗിക്കുന്ന തോക്കെന്ന് പറയുന്നത് കുറച്ച് അധികം ദൂരം പോകേണ്ടതാണ്. അതായത് പോലീസുകാർക്ക് ഉപയോഗിക്കുന്ന സാധാരണ പിസ്റ്റൾ അല്ല, വലിയ തോക്ക്. നമ്മുടെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ LMG എന്നൊക്കെ പറയുന്ന വലിയ തോക്കുണ്ട്, SLR എന്നൊക്കെ പറയുന്ന തോക്കുകളുണ്ട് ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ തോക്കാണ്. ഒരു കുറേയധികം ബുള്ളറ്റുകൾ ഒരുമിച്ച് ഫയർ ചെയ്യാൻ പറ്റുന്നത്. പിസ്റ്റളിലാണെങ്കിൽ 6 ബുള്ളറ്റേ ഫയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിസ്റ്റളിലാണെങ്കിൽ 6 ബുള്ളറ്റ്. ഈ വലിയ തോക്കാണെങ്കിൽ ഒരേ സമയം തന്നെ എന്ത് ചെയ്യാം? കൂടുതൽ ബുള്ളറ്റ് നമുക്ക് ഫയർ ചെയ്യാൻ പറ്റും. അങ്ങനെ അത്തരം തോക്കുകൾ ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ബുള്ളറ്റ് ഓരോന്നും എടുത്തിടണ്ട. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, പിസ്റ്റളില് ബുള്ളറ്റ് കൈകൊണ്ട് എടുത്തിടണം. ഈ റൈഫിളില്, തോക്കില്, വലിയ തോക്കിലാണെങ്കിൽ അങ്ങനെയല്ല. ഈ ബുള്ളറ്റ് വെച്ചിട്ടുള്ള ഒരു ബോക്സ് ഉണ്ടാവും. നമ്മൾ തന്നെ മാക്സിൻ എന്നൊക്കെ പറയും. അത് തോക്കിന്റെ മുകളിൽ വെക്കും. ഓരോ ഫയർ കഴിയുമ്പോഴും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അതിനകത്തേക്ക് ഇറങ്ങി വരും. ബുള്ളറ്റ് അതിനകത്ത് ഇറങ്ങി വരും. ഈ ബുള്ളറ്റ് വച്ചിരിക്കുന്ന ബോക്സിൽ നിന്ന് റൈഫിളിലേക്ക് ബുള്ളറ്റ് ഇറങ്ങി വരണമെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ ബുള്ളറ്റുകൾ തമ്മിലുള്ള ഘർഷണം കുറയണം അല്ലേ? ഘർഷണം കുറയണം. അതിനുവേണ്ടി അവിടെ എന്ത് ചെയ്തു? ലൂബ്രിക്കന്റ് ഉപയോഗിക്കണം. ഓക്കെ, പുതിയ തോക്കാണ്. ബ്രിട്ടീഷുകാർ പുതിയ തോക്ക് കൊണ്ടുവന്നു, ലൂബ്രിക്കന്റ് ഉപയോഗിച്ചു. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ, അതായത് ശിപായിമാരുടെ ഇടയിൽ ഒരു തെറ്റായ വാർത്ത പ്രചരിക്കപ്പെട്ടു എന്നാണ് ഇപ്പോഴും ബ്രിട്ടീഷുകാർ പറയുന്നത്. മൃഗക്കൊഴുപ്പാണ് ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്.
അതോടുകൂടി ഹിന്ദുമത വിശ്വാസികളായ ശിപായികളും ഇസ്ലാം മത വിശ്വാസികളായ ശിപായികളും അതിശക്തമായി അന്വേഷണം ആരംഭിച്ചു. ഏത് മൃഗക്കൊഴുപ്പ്? അപ്പോഴും വീണ്ടും വാർത്ത പ്രചരിക്കപ്പെട്ടു, പശുവിന്റെയും പന്നിയുടെയും. ഈ പശുവിന്റെ മൃഗക്കൊഴുപ്പ് ഉപയോഗിക്കുന്നത് എന്താ പ്രശ്നം? ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിട്ട് പുണ്യമൃഗമാണ് പശു എന്ന് പറയുന്നത്. പന്നി ഇസ്ലാം മത വിശ്വാസികളെ ബന്ധിപ്പിച്ച് പറഞ്ഞാൽ അവർക്ക് നികൃഷ്ടമായ ജീവിയാണ് പന്നി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാം മത വിശ്വാസികളും ഹിന്ദുമത വിശ്വാസികളുമായ ശിപായിമാര് പ്രത്യക്ഷത്തിൽ കലാപം ആരംഭിച്ചു. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ ആകമാനം പ്രതിഷേധം ഉണ്ടാകാനുള്ള കാരണം. ഇനി അടുത്ത് പഠിക്കേണ്ടത് ചെറിയൊരു തീപ്പൊരി. ആ തീപ്പൊരിയാണെന്ത്? ആ തോക്കെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായി റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോകാം. ആ ഒരു തീപ്പൊരിയെ കുറിച്ച് തുടർന്ന് എന്തൊക്കെ സംഭവങ്ങൾ നടന്നു എന്ന് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് റിവിഷൻ ചെയ്യാണ്. വെല്ലൂർ കലാപം 1806 ജൂലൈ 10 വെല്ലൂർ കലാപം നടന്നു. നേതൃത്വം നൽകിയത് മദ്രാസ് പ്രവിശ്യയിലെ വെല്ലൂർ സൈനിക താവളത്തിലെ ഇന്ത്യൻ സൈനികർ അഥവാ ശിപായികൾ. എന്തായിരുന്നു കാരണം? 1805 ജോൺ ക്രാഡോക്ക് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഇന്ത്യൻ പട്ടാളക്കാർക്ക് പാശ്ചാത്യ വസ്ത്രധാരണ സമ്പ്രദായം ഏർപ്പെടുത്തിയത്. അതായത് പൈജാമ ഏർപ്പെടുത്തി, പാന്റ് ഏർപ്പെടുത്തി. അതുവരെ ഉപയോഗിച്ചിരുന്ന മുണ്ടായിരുന്നു. അതവർക്ക് സാംസ്കാരികപരമായി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതാണ് കലാപത്തിന് കാരണം. ആ സമയത്ത് വെല്ലൂർ സൈനിക താവളത്തിലെ സൈനിക മേധാവി കേണൽ ഗില്ലസ്പി ആയിരുന്നു. മദ്രാസ് ഗവർണർ ആയിരുന്നത് വില്യം ബെന്റിക്. മദ്രാസ് ഗവർണറായ വില്യം ബെന്റിക് ഈ വെല്ലൂർ കലാപം അതിശക്തമായി അടിച്ചമർത്തി. ഈ കാലഘട്ടത്ത് ബംഗാളിന്റെ ആക്ടിംഗ് ഗവർണർ ജനറൽ ആയിരുന്നത് ജോർജ് ബെർലോണ്. നമ്മൾ ആൾറെഡി ഇത് പഠിക്കുകയും ചെയ്തിരുന്നു. 1857 വിപ്ലവത്തിന്റെ മുൻഗാമി എന്നോ റിഹേഴ്സൽ എന്നോ ഈ വെല്ലൂർ കലാപത്തെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? സ്വാതന്ത്ര്യ സമര സേനാനിയും ചരിത്ര പരിവീക്ഷകനുമായ വി ഡി സവർക്കർ. ആ വി ഡി സവർക്കർ ആരംഭിച്ച വിപ്ലവ സംഘടനയായിരുന്നു എന്താ? അഭിനവ ഭാരത് 1904. ഇദ്ദേഹം വിപ്ലവ സംഘടനകൾ ആരംഭിച്ചത് കൊണ്ട് പലപ്പോഴും ഇദ്ദേഹം ബ്രിട്ടീഷുകാരുടെ അറസ്റ്റിലാവുകയും ജയിലിലാവുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഈ അഭിനവ ഭാരത് എന്ന സംഘടനയുടെ മുൻഗാമി എന്ന് പറയുന്നത് മിത്രമേള അല്ലെങ്കിൽ മിത്രമാണ്ടൽ എന്നറിയപ്പെടുന്ന ഏത് വർഷം ആരംഭിച്ചു? 1899. പൈഗ കലാപം അഥവാ പൈഗ വിദ്രോഹം. പൈഗകൾ എന്ന് പറയുന്ന ആരാണ്? ഒഡീഷയിലെ ഗജപതി ഭരണാധികാരികളുടെ നാട്ടുപടയാളികളായിരുന്നു. എന്തായിരുന്നു പൈഗകൾക്ക് ഈ കലാപത്തിനുണ്ടായ കാരണം? ഗജപതി ഭരണാധികാരികൾ അവരുടെ സൈനിക തലവന്മാരായ, സൈനിക നേതാക്കന്മാരായ, സൈനിക മേധാവികളായ പൈഗകൾക്ക് ശമ്പളത്തിന് പകരം ഭൂമിയാണ് വിട്ടു നൽകിയിരുന്നത്. ആ ഭൂമിയിൽ നിന്ന് നികുതി പിരിച്ച് ശമ്പളത്തിന് പകരമായി അവർക്ക് സമ്പത്ത് വിനിയോഗിക്കാം. ഓക്കെ, ആ പൈഗകൾ എന്ന് പറയുന്ന സൈനിക മേധാവിയുടെ കീഴിൽ കുറെ പ്രാദേശിക സൈനികരെയും അവരെന്ത് ചെയ്യണം? നിലനിർത്തണം. ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിച്ച ഗജപതി ഭരണാധികാരികൾ തുടർന്ന് നികുതി പിരിവിനുള്ള അധികാരം ആർക്ക് കൊടുത്തു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ട് നികുതി പിരിക്കാൻ ആരംഭിക്കുകയും പൈകകൾക്ക് നൽകിയിരുന്ന ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തു. പകരം പൈകകൾക്ക് അവർ ചെയ്യുന്ന കൂലിക്ക് ശമ്പളം നൽകി തുടങ്ങി. ഇതാണ് പൈകകളെ പ്രകോപിതരാക്കി മാറ്റിയത്. അപ്പോൾ പൈകകൾക്ക് തങ്ങളുടെ രാജ്യസേവനത്തിന് പകരമായി ഭൂമി നൽകുന്നത് ബ്രിട്ടീഷുകാർ നിർത്തലാക്കുകയും പകരം ശമ്പളം നൽകുകയും ചെയ്തു. ഇതാണ് പൈക കലാപത്തിനുള്ള പ്രധാന കാരണം. പൈക കലാപം ആരംഭിച്ചത് 1817 ഏപ്രിൽ 1. പൈകകളുടെ പ്രധാന കലാപ കേന്ദ്രം എന്ന് പറയുന്നത് കോർദയായിരുന്നു. പ്രധാന നേതാവ് എന്ന് പറയുന്നത് വിദ്യാധർ മൊഹാപാത്ര. ഇന്നും ഒഡീഷയിലെ ജനങ്ങൾക്ക് അദ്ദേഹം ധീരദേശാഭിമാനിയാണ്. ജനങ്ങൾ അദ്ദേഹത്തെ എന്തെന്ന് വിളിച്ചു? ബക്ഷി ജഗബന്ധു എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഭുവനേശ്വർ എന്ന സ്ഥലത്ത്. പിന്നെ നമ്മൾ പറഞ്ഞു 1857 വിപ്ലവത്തിനുള്ള പ്രധാന കാരണങ്ങൾ. കാരണം അത്രയും വ്യാപകമായി നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉണ്ടായിരുന്നു, പ്രാദേശിക ജനങ്ങൾ വിപ്ലവത്തിൽ പങ്കെടുത്തു. ഇതിനൊക്കെ കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം. ദത്തവകാശ നിരോധന നിയമം 1848 ലൗസി കൊണ്ടുവന്നു. അതുപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യ നാട്ടുരാജ്യം സത്താറ എന്നും അവസാന നാട്ടുരാജ്യം 1856 ഔദ് കൂട്ടിച്ചേർത്തെന്ന് നമ്മൾ പറഞ്ഞു. ഡൽഹൌസി ദിനം കൊണ്ടുവന്ന പോസ്റ്റ് ഓഫീസ് നിയമം, അതുവരെ മൃഗങ്ങളെ ഉപയോഗിച്ച് തപാൽ വിതരണം നടത്തിയിരുന്നവര് 1854 പോസ്റ്റ് ഓഫീസ് നിയമം അനുസരിച്ച് മനുഷ്യരെ കൊണ്ട് തപാൽ വിതരണം ആരംഭിച്ചു. അത് പ്രതിഷേധത്തിന് കാരണമായി. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കി. അതിൽ കുറേയധികം പ്രതിഷേധങ്ങൾ ഉണ്ടായി. എന്താണ് വിധവകളായ സ്ത്രീകൾ സാധാരണഗതിയിൽ എവിടെയാണ് സതി അനുഷ്ഠിക്കണം? സതി നിരോധിച്ചത് കൊണ്ട് അവരെ എന്ത് ചെയ്തിരുന്നു? വീടിന്റെ ഇരുട്ടുമുറയിൽ അടച്ചിരുന്നു. അത് ഓവർകം ചെയ്തുകൊണ്ടാണ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കാൻ ആര് ശ്രമിച്ചത്? ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഡൽഹൌസി പ്രഭു.
ആ പ്രതിഷേധം ഉണ്ടായിരുന്നു 1856 കാനിങ് പ്രൂഫ് കൊണ്ടുവന്ന ജനറൽ എൻലിസ്റ്റ്മെന്റ് നിയമം ഉണ്ടായിരുന്നു. ഇത്രയും സെറ്റ് അല്ലേ? ഇത് കൂടാതെ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തിയത് പ്രതിഷേധത്തിന് കാരണമായി. ബ്രിട്ടീഷുകാരുടെ പുരോഗമന നവോത്ഥാന പ്രവർത്തനങ്ങൾ പ്രതിഷേധത്തിന് കാരണമായി. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യും എന്നൊരു പേടി ഇന്ത്യൻ ജനതയിൽ ഉണ്ടായി. ഓക്കെ, ഇനി പ്രത്യേകത പറയുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ദേശീയ തലത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ചെറുത്തുനിൽപ്പാണ് ഈ 1857 കലാപം. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് അത് അവരെ വിമർശിക്കുവാനും ഇന്ത്യക്കാരെ സംബന്ധിച്ചിട്ട് അത് വലിയൊരു കാര്യമാണ് എന്ന് മൂല്യം ചെലുത്തുവാനും ശ്രമിച്ചിരുന്നു. ശിപായി ലഹളയെന്നും ചെകുത്താന്റെ കാറ്റെന്നും പൊതുവായി ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചു. മഹത്തായ വിപ്ലവമെന്നും ഇന്ത്യൻ ലഹളയെന്നും 1857 കലാപമെന്നും ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്നൊക്കെ പുകഴ്ത്തിയത് ആരായിരുന്നു? ഇന്ത്യക്കാരുമായിരുന്നു. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് കാറൽ മാർക്സ് ആയിരുന്നു ന്യൂയോർക്ക് ട്രൈബ്യൂണൽ എന്ന പത്രത്തിൽ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ VD സവർക്കറുമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചു. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പഠിച്ചത് വിപ്ലവം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളാണ് വെല്ലൂർ കലാപവും പൈക കലാപവും. വിപ്ലവത്തിന് നമ്മുടെ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവും. ആരെങ്കിലും ഒരാൾ എതിർത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അയാളുടെ കൂടെ ചേർന്ന് പ്രതിഷേധം മൊത്തം എന്ത് ചെയ്യും? മറ്റവരുടെ മുമ്പിൽ അടിച്ചേൽപ്പിക്കും അല്ലെ? പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ട്. ആരെങ്കിലും ഒരാൾ തുടങ്ങണം, എങ്കിലും ബാക്കിയുള്ളവര് കൂടെ പ്രതിഷേധിക്കത്തുള്ളൂ. ആ കഥയാണ് നമ്മളിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടത്. അപ്പൊ ഇത്രയും നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ ആധികാരികമായി പഠിക്കുന്നു 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള SCERT പുസ്തകങ്ങൾ എല്ലാ വിവരങ്ങളും ക്രോഡീകരിച്ചുകൊണ്ടാണ് പുതിയ SCERT പുസ്തകങ്ങൾ ഉൾപ്പെടെ കേട്ടോ. ഓക്കെ, സിമ്പിൾ അല്ലേ? അടുത്ത ക്ലാസ്സിൽ കാണാം.